Hello, welcome to Red Short Talks. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി 50യുടെ ഇന്നത്തെ, അതായത് ഒക്ടോബർ 7, 2025 വിലയുടെ മൂവ്മെന്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ്. അപ്പോൾ ഈ റിപ്പോർട്ട് എന്തൊക്കെയാണ് പറയുന്നത്, നിലവിലെ ഒരു സിറ്റുവേഷൻ എന്താണ്, പിന്നെ മുന്നോട്ടുള്ള സാധ്യതകൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ ഒന്ന് വിശദമായി നോക്കുന്നത്. ഓർക്കുക, ഇത് നിങ്ങൾക്കായി മാത്രം തയ്യാറാക്കിയതാണ്. നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. ഇപ്പം നിലവിൽ നിഫ്റ്റിയുടെ വില ഏകദേശം 25,077 ആ ഒരു ലെവലിലാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു സെല്ലിംഗ് കണ്ടിരുന്നല്ലോ. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് റിക്കവർ ആവുന്ന ഒരു കാഴ്ചയാണല്ലോ ഇപ്പോൾ കാണുന്നത്. അതെ അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് ആ ഒരു സ്ട്രോങ് റിക്കവറി. ഏകദേശം ഒരു 24,600 തൊട്ട് 24,700 വരെയുള്ളൊരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു. അതായത് മുൻപ് ബയേഴ്സ് നല്ല താല്പര്യം കാണിച്ചൊരു ഏരിയ. അവിടെ നിന്നാണ് ഈ കയറ്റം തുടങ്ങിയത്. ചാർട്ടില് ആ ഒരു വി ഷേപ്പ് റിക്കവറി അല്ലേ, അത് ശരിക്കും കാണാനുണ്ട്. നല്ല കുത്തനെ ഒരു കയറ്റം. ഇത് സാധാരണ എന്താണ് സൂചിപ്പിക്കുന്നത്? വെറും ഒരു പാറ്റേൺ ആണോ, അതോ? അല്ല, റിപ്പോർട്ട് അതിനെ വെറുമൊരു വരയായിട്ടല്ല കാണുന്നത്. ആ വി ഷേപ്പ് റിക്കവറി ശരിക്കും മാർക്കറ്റിന്റെ ഒരു മനോഭാവത്തിൽ വന്ന മാറ്റം കാണിക്കുന്നു. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ ആ ഒരു പേടിയിൽ നിന്ന് ബയേഴ്സ് എത്ര പെട്ടെന്ന് എത്ര സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നു എന്നതിൻ്റെ ഒരു തെളിവ്. ഇത് പലപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം, ഓപ്റ്റിമിസം കൂടുന്നതിൻ്റെ ഒരു ലക്ഷണം, അല്ലെങ്കിൽ പേടി മാറി ആളുകൾ വീണ്ടും വാങ്ങാൻ തയ്യാറാകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോ കോൺഫിഡൻസ് തിരിച്ചു വരുന്നു. പക്ഷേ ഈ മുന്നേറ്റം ഇപ്പോൾ ഒരു തടസ്സത്തിലേക്ക് എത്തുകയാണോ? റിപ്പോർട്ടിലൊരു റെസിസ്റ്റൻസ് സോണിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ശരിയാണ്. ആ വി ഷേപ്പ് റിക്കവറി ഇങ്ങനെ മുകളിലേക്ക് പോയി ഇപ്പോൾ ഏകദേശം 25,100, 25,250 എന്നൊരു ഏരിയയിലേക്ക് അടുക്കുകയാണ്. ഇതിനെയാണ് റിപ്പോർട്ട് ഒരു പ്രധാന റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, മുൻപ് വില ഈ ലെവലിൽ എത്തിയപ്പോൾ സെല്ലേഴ്സ് ആക്റ്റീവായി വിലയെ താഴോട്ട് തള്ളിയ ഒരു സീലിംഗ് പോലെ. അതുകൊണ്ട് ഈ സോണിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അവിടെയൊന്ന് ശ്രദ്ധിക്കണമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വി റിക്കവറി സ്ട്രോങ് ആണെങ്കിലും മുന്നിൽ ഒരു കടമ്പയുണ്ട്, ഒരു സാധ്യത. ഒരുപക്ഷേ വില ഈ 25,100, 25,250 സോണിൽ തട്ടി താഴോട്ട് വന്നാൽ എവിടെയാണ് പിന്നെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത? റിപ്പോർട്ട് പ്രകാരം താഴെയുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾ ഏതൊക്കെയാണ്? എവിടെയൊക്കെ വിലയൊന്ന് പിടിച്ചു നിൽക്കാൻ നോക്കും? അത് നല്ല ചോദ്യമാണ്. കാരണം എപ്പോഴും രണ്ട് സൈഡിലേക്ക് നോക്കണമല്ലോ. റിപ്പോർട്ട് താഴെയുള്ള രണ്ട് പ്രധാന സപ്പോർട്ട് സോണുകളാണ് എടുത്തു പറയുന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 24,600, 24,750 സോൺ. അതൊരു വെറും നമ്പറല്ല. റിപ്പോർട്ട് അതിനെ ഒരു സ്ട്രോങ് ഡിമാൻഡ് സോൺ എന്നാണ് പറയുന്നത്. കാരണം ഈ അടുത്ത വില വീണപ്പോൾ കറക്റ്റ് ഈ ലെവലിൽ വെച്ചാണ് ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് കയറി വന്ന് വിലയിടിവ് തടഞ്ഞത്. ആ വി ഷേപ്പ് റിക്കവറി സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടെ നിന്നാണ്. അപ്പോൾ റിപ്പോർട്ട് അനുസരിച്ച് അതൊരു പ്രധാനപ്പെട്ട ഫ്ലോർ ലെവലാണ്. രണ്ടാമത്തേത് കുറച്ചുകൂടെ മുകളിൽ, അതായത് ഇപ്പോഴത്തെ വിലയ്ക്ക് കുറച്ചുകൂടെ അടുത്തുള്ള ഒരു സപ്പോർട്ട് സോൺ 24,900, 25,000. ഇത് ഒരുപക്ഷേ ഇന്നത്തെ ദിവസത്തെ ട്രേഡിംഗിൽ, ഇൻട്രാഡേയിൽ വിലയ്ക്കൊരു താൽക്കാലിക സപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയുള്ളൊരു ലെവലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് ചെറിയൊരു കറക്ഷൻ വന്നാൽ ചിലപ്പോൾ ഈ ലെവലിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകാൻ ഒരു ശ്രമം നടന്നേക്കാം. ശരി. അപ്പോ താഴോട്ട് വന്നാൽ ശ്രദ്ധിക്കാൻ രണ്ട് സോണുകൾ: 24,900, 25,000, അത് തൊട്ടടുത്തുള്ള സപ്പോർട്ട്. പിന്നെ 24,600, 24,750 കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലേക്കുള്ള കാര്യം ഒന്നുകൂടി നോക്കാം. കാരണം വില ഇപ്പോൾ റെസിസ്റ്റൻസിന്റെ അടുത്താണല്ലോ നിൽക്കുന്നത്. ആ ആദ്യത്തെ കടമ്പ ഈ 25,100, 25,250 അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ പിന്നെ എവിടെയാണ് അടുത്തൊരു ഹേർഡിൽ? അതെ, മുകളിലേക്കുള്ള യാത്രയിൽ അടുത്ത വെല്ലുവിളികൾ എവിടെയാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. പ്രധാനമായും രണ്ട് റെസിസ്റ്റൻസ് സോണുകളാണ് പിന്നെ മുന്നിലുള്ളത്. ഒന്നാമത്തേത് നമ്മളിപ്പോൾ പറഞ്ഞ ആ 25,100, 25,250 സോൺ തന്നെ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും അടുത്തുള്ളതും മെയിനായിട്ടുള്ളതുമായ തടസ്സം. കറന്റ് സപ്ലൈ ഏരിയ എന്ന് പറയും. മുൻപ് പലതവണ വില അവിടെ തട്ടി താഴോട്ട് പോയൊരു ഹിസ്റ്ററിയുണ്ട്. പ്രീവിയസ് സ്വിംഗ് ഹൈസ് ഒക്കെ അവിടെയാണ്. അതുകൊണ്ട് റിപ്പോർട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇനി ഈ ആദ്യത്തെ കടമ്പ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് വിലയ്ക്കൊരു 25,250 മുകളിൽ സ്റ്റേബിളായി നിൽക്കാൻ പറ്റിയാൽ
ആ ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്താൽ അടുത്ത പ്രധാന തടസ്സം വരാൻ സാധ്യത 25,350, 25,450 എന്ന സോണിലാണ്. അതാണ് റിപ്പോർട്ട് കണക്കുകൂട്ടുന്നത്. അത് അടുത്തൊരു സെല്ലിംഗ് ഏരിയ ആവാം. ഓക്കെ, വളരെ ക്ലിയറായി. അപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ, ആ വി ഷേപ്പ് റിക്കവറി, ഇതൊക്കെ വെച്ചിട്ട് ഒരു ബുള്ളിഷ് വ്യൂ ഉള്ളവർക്ക്, അതായത് വില ഇനിയും മുകളിലേക്ക് പോകും എന്ന് കരുതി വാങ്ങാൻ നോക്കുന്നവർക്ക്, ലോങ് ചെയ്യാൻ നോക്കുന്നവർക്ക് റിപ്പോർട്ട് എന്തെങ്കിലും ഒരു സാധ്യത പറയുന്നുണ്ടോ? എപ്പോഴാണ് ഒരു ബൈ സിഗ്നൽ കിട്ടാൻ സാധ്യത? റിപ്പോർട്ട് വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ രണ്ട് പ്രധാന സിനാരിയോകളാണ് പറയുന്നത്. രണ്ടും രണ്ട് രീതിയിലാണ്. സിനാരിയോ 1 ഒരു ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയാണ്. അതായത് വില ആ പ്രധാന റെസിസ്റ്റൻസ് ലെവൽ 25,100 ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നല്ല സ്ട്രോങ് ആയ ഒരു ബുള്ളിഷ് കാൻഡിലോടെ, അതായത് ബയേഴ്സിൻ്റെ ശക്തി കാണിക്കുന്ന ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണോടെ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ആ ലെവലിന് മുകളിൽ പിടിച്ചു നിൽക്കുക. ഇത് ആ തടസ്സം ബ്രേക്ക് ചെയ്തു എന്നതിൻ്റെ ഒരു കൺഫർമേഷനായിട്ട് റിപ്പോർട്ട് കാണുന്നു. സിനാരിയോ 2 ഒരു ഡിപ്പ് ബൈയിങ് രീതിയാണ്. ചിലപ്പോൾ വില 25,100 കടക്കാൻ നോട്ടാതെ ചെറുതായി താഴോട്ട് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രാഡേ സപ്പോർട്ടില്ലേ, 25,000 ലെവൽ, അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് അവിടെ പിടിച്ചു നിൽക്കുന്നു, റീടെസ്റ്റ് ആൻഡ് ഹോൾഡ്സ്. ഇതും ബയേഴ്സ് താഴ്ന്ന വിലയിൽ വീണ്ടും താൽപ്പര്യം കാണിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് റിപ്പോർട്ട് പറയുന്നു. എൻട്രിയുടെ കാര്യം കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറയുന്നുണ്ട്. 25,110 തൊട്ട് 25,130 ആ ഒരു റേഞ്ചിന് മുകളിൽ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ വന്നതിന് ശേഷം മാത്രം എൻട്രി നോക്കാനാണ് നിർദ്ദേശം. അതായത് വെറുതെ ആ ലെവലൊന്ന് ടച്ച് ചെയ്താൽ പോരാ, അവിടെ വിലയ്ക്ക് സ്റ്റേബിൾ ആകാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ കൂടി വരണം. ഓക്കെ, അപ്പോ എൻട്രിക്കൊരു കൺഫർമേഷൻ നോക്കണം. ശരി. ലക്ഷ്യങ്ങൾ, ടാർഗറ്റുകൾ എന്തൊക്കെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്? സ്റ്റോപ്പ് ലോസിനെ കുറിച്ചും പറയുന്നുണ്ടോ? തീർച്ചയായും. ടാർഗറ്റുകളെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ ടാർഗറ്റായിട്ട് 25,250, അതായത് ആ ആദ്യത്തെ റെസിസ്റ്റൻസ് സോണിൻ്റെ ടോപ്പ്, അതും ബ്രേക്ക് ചെയ്താൽ രണ്ടാമത്തെ ടാർഗറ്റായിട്ട് 25,350, അതായത് അടുത്ത റെസിസ്റ്റൻസ് സോണിൻ്റെ തുടക്കം. അതാണ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏത് ട്രേഡിനും റിസ്ക് ഉണ്ടല്ലോ, ആ നഷ്ടം ലിമിറ്റ് ചെയ്യാൻ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അത്യാവശ്യമാണ്. അതായത് നമ്മൾ വിചാരിച്ച പോലെ പോയില്ലെങ്കിൽ എവിടെ വെച്ച് ഇറങ്ങണം എന്നൊരു ലെവൽ. റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് 24,980 എന്ന ലെവലിന് താഴെയാണ്. ഈ ബൈ സൈഡ് നോക്കുന്നതിന്റെ പിന്നിലെ ഒരു ലോജിക് എന്താണ്? എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ഈ ഒരു ബുള്ളിഷ് സിനാരിയോ പറയുന്നത്? അതിന് രണ്ട് കാരണങ്ങളാണ് റിപ്പോർട്ട് പറയുന്നത്. ഒന്ന്, ഇതൊരു ബ്രേക്കൗട്ട് കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പ്രധാന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ആ ഡയറക്ഷനിൽ തന്നെ മൂവ്മെൻറ്റ് തുടരാനുള്ളൊരു ടെൻഡൻസി. 2, RSI, അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന മൊമെൻറ്റം ഇൻഡിക്കേറ്റർ. ഇത് പ്രൈസിൻ്റെ സ്പീഡും സ്ട്രെങ്ത്തും അളക്കാനുള്ളൊരു ടൂളാണ്. അതിപ്പം 68-ലാണെങ്കിലും അത് ഓവർബോട്ട് സോണിലേക്ക്, അതായത് ഒരുപാട് വാങ്ങി ഇനി കറക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന സോണിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുള്ളൊരു സ്പേസ്, ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇനിയും ബാക്കിയുണ്ട് എന്ന് റിപ്പോർട്ട് കരുതുന്നു. ശരി. അത് ബയസിന്റെ സൈഡ് ക്ലിയറായി. ഇനി നമുക്ക് മറ്റേ സൈഡ് നോക്കാം. എല്ലാവരും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുമെന്ന് കരുതണമെന്നില്ലല്ലോ. വില താഴോട്ട് പോകുമെന്ന് കരുതുന്നവർക്ക്, ഒരു ബെയറിഷ് വ്യൂ ഉള്ളവർക്ക് വിൽക്കാൻ, അതായത് ഷോർട്ട് സെല്ല് ചെയ്യാൻ, അതിനുള്ള അവസരങ്ങൾ എവിടെയാണ് റിപ്പോർട്ട് കാണുന്നത്? എപ്പോഴാണ് അങ്ങനൊരു സാധ്യത വരുന്നത്? തീർച്ചയായും റിപ്പോർട്ട് ആ ഒരു പോസിബിലിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. പ്രധാനമായും 2 സാഹചര്യങ്ങളിലാണ് ഒരു ഷോർട്ട് സെൽ എൻട്രി, അതായത് വില താഴോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ വിൽക്കുന്നത്, അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറയുന്നത്. സിനാരിയോ 1, വില ആ പ്രധാന റെസിസ്റ്റൻസ് സോൺ 25,100, 25,150 റേഞ്ചിലെത്തുന്നു. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വ്യക്തമായ ഒരു ബെയറിഷ് ക്യാൻഡിലോടെ, അതായത് സെല്ലേഴ്സിൻ്റെ ശക്തി കാണിക്കുന്ന ഒരു പാറ്റേണോടെ സ്ട്രോങ് ആയിട്ട് താഴേക്ക് വരുന്നു. ഒരു സ്ട്രോങ് റിജക്ഷൻ കിട്ടുന്നു. ഇത് ആ റെസിസ്റ്റൻസ് സോൺ ഇപ്പോഴും സ്ട്രോങ് ആണ്, സെല്ലേഴ്സ് അവിടെ റെഡിയാണ് എന്നതിൻ്റെ സൂചനയാണ്. സിനാരിയോ 2, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രാഡേ സപ്പോർട്ട് ലെവലായ 25,000 ഉണ്ടല്ലോ, ആ ലെവലിന് താഴേക്ക് വില പോവുകയാണെങ്കിൽ, ബ്രേക്സ് ബിലോ 25,000 സപ്പോർട്ട്, ഇത് ഷോർട്ട് ടേമിലെ ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം നഷ്ടപ്പെട്ടു, ഒരുപക്ഷെ കൂടുതൽ താഴേക്ക് പോകാമെന്നതിൻ്റെ ഒരു സിഗ്നലായിട്ട് റിപ്പോർട്ട് കാണുന്നു. 24,990 ലെവലിന് താഴേക്ക് വില പോയ ശേഷം ഉടനെ ചാടിക്കേറി സെൽ ചെയ്യാതെ ഒരുപക്ഷെ വില വീണ്ടും ആ 24,990, 25,000 ലെവലൊന്ന് റീടെസ്റ്റ് ചെയ്ത് അവിടെ വീണ്ടും ഫെയിലായി താഴോട്ട് തിരിയുകയാണെങ്കിൽ മാത്രം ആ ഒരു റിജക്ഷൻ കൂടി കിട്ടിയാൽ എൻട്രി നോക്കാമെന്നാണ്
ഇതൊരു എക്സ്ട്രാ കൺഫർമേഷനായിട്ട് കാണാം സെൽ ചെയ്യാനുള്ള. താഴേക്കുള്ള ടാർഗറ്റുകളായിട്ട് റിപ്പോർട്ട് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് 24,850, അതും ബ്രേക്ക് ചെയ്താൽ അടുത്ത ടാർഗറ്റ് 24,700. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ട്രോങ് ഡിമാൻഡ് സോണിന്റെ അടുത്തേക്ക്. ഇവിടെയും സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. 25,120 എന്ന ലെവലിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാനാണ് നിർദ്ദേശം. കാരണം ഈ ബേറിഷ് വ്യൂ തെറ്റാണെന്ന് തെളിയിച്ച് വില വീണ്ടും മുകളിലേക്ക് പോയാൽ കൂടുതൽ നഷ്ടം വരാതെ നോക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഈ ഒരു സെൽ സൈഡ് റിപ്പോർട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇതിന്റെ പിന്നിലെ ലോജിക് എന്തായിരിക്കും? റിപ്പോർട്ട് അനുസരിച്ച് ഇതിനും പല കാരണങ്ങളുണ്ടാവാം. ഒരു സാധ്യത ആ റെസിസ്റ്റൻസ് സോണിൽ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഫോം ചെയ്യാം. അതായത് വില 2 തവണ ഏകദേശം ഒരേ ഹൈ ലെവലിൽ തട്ടി താഴോട്ട് വരുന്നത്. അത് സാധാരണ ഒരു ബേറിഷ് സിഗ്നലാണ്. മറ്റൊരു സാധ്യത സിംപ്ലി ആ കറന്റ് റെസിസ്റ്റൻസ് സോണിലെ സപ്ലൈ പ്രഷർ കാരണം വിലയ്ക്ക് മുകളിലേക്ക് പോകാൻ പറ്റാതെ നാച്ചുറലായി അടുത്ത മെയിൻ സപ്പോർട്ട് സോണിലേക്ക്, ആ 24.7K ലെവലിലേക്ക് ഒരു കറക്ഷൻ വരാം എന്നത്. അപ്പോൾ ബൈ ചെയ്യാനും സെൽ ചെയ്യാനുമുള്ള ക്ലിയർ സിനാരിയോസ് റിപ്പോർട്ടിലുണ്ട്. പക്ഷെ മാർക്കറ്റ് എപ്പോഴും ഇങ്ങനൊരു ക്ലിയർ ഡയറക്ഷൻ കാണിക്കണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഈ പറഞ്ഞ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയ്ക്ക് തന്നെ വില ഇങ്ങനെ കുറേ നേരം സൈഡ് വേസ് ആയിട്ട് നിന്നേക്കാം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, അതായത് ഈ 2 സാധ്യതകളും ബൈയിങ്ങും സെല്ലിങ്ങും ക്ലിയർ അല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്? ഒരു ന്യൂട്രൽ വ്യൂ അല്ലെങ്കിൽ റേഞ്ച് വ്യൂ എന്താണ്? അത് വളരെ വളരെ റെലവൻ്റായ കാര്യമാണ്. എപ്പോഴും ഒരു ഡയറക്ഷൻ കിട്ടണമെന്നില്ല. റിപ്പോർട്ട് ആ സാധ്യതയും കൺസിഡർ ചെയ്യുന്നുണ്ട്. വില നമ്മൾ നേരത്തെ പറഞ്ഞ 25,000 എന്ന സപ്പോർട്ടിനും 25,150 എന്ന റെസിസ്റ്റൻസിനും അതിനിടയിൽ തന്നെ ഒരു ക്ലിയർ ഡയറക്ഷൻ ഇല്ലാതെ ഇങ്ങനെ കയറിയും ഇറങ്ങിയും നിൽക്കുകയാണെങ്കിൽ ട്രേഡിംഗ് വിത്തിൻ ദ റേഞ്ച്, അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ്. ഒരു കൺസോളിഡേഷൻ ഫേസിലാണെന്ന് പറയാം. ഈ സമയത്ത് റിപ്പോർട്ടിൻ്റെ മെയിൻ സജഷൻ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ്. ഒരു ക്ലിയർ ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഒന്നുകിൽ 25,150 മുകളിലേക്ക് സ്ട്രോങ് ആയിട്ട് പോവുക, അല്ലെങ്കിൽ 25,000 താഴേക്ക് സ്ട്രോങ് ആയിട്ട് പോവുക. അതുവരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെയുള്ള ടൈറ്റ് റേഞ്ചിൽ ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യാൻ നോക്കുന്നത് കൂടുതൽ നഷ്ടം വരുത്തിയേക്കാം. ഓവർ ട്രേഡിംഗ് ഒഴിവാക്കാനും റിപ്പോർട്ട് പ്രത്യേകം പറയുന്നുണ്ട്. ഒരു ക്ലിയർ സിഗ്നൽ കിട്ടുമ്പോൾ മാത്രം ആക്ട് ചെയ്യുക. ശരി. നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട സോണുകൾ, ബുള്ളിഷ് സാധ്യതകൾ, ബെയറിഷ് സാധ്യതകൾ, പിന്നെ റേഞ്ചിൽ നിൽക്കാനുള്ള സാധ്യത, ഇതൊക്കെ വിശദമായിട്ട് സംസാരിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ, അതായത് ഈ അനാലിസിസ് കേൾക്കുന്ന ആൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇതൊക്കെ എനിക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക? സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ ഫോർ യു? നോക്കൂ, ഈ അനാലിസിസ് ഒരു ഗൈഡ് പോലെയാണ്. ഇത് മാർക്കറ്റിലെ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു പഠനമാണ്, അല്ലാതെ ഫ്യൂച്ചർ പ്രെഡിക്ഷൻ അല്ല. ഈ റിപ്പോർട്ടിലെ ഇൻഫർമേഷൻ, ഈ സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകൾ, ഈ പറഞ്ഞ എൻട്രി സാധ്യതകൾ, സ്റ്റോപ്പ് ലോസ് ലെവലുകൾ, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം സ്റ്റഡിയും അനാലിസിസിനും ഒപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. അതെ അതെ. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി, മാർക്കറ്റിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ. ഈ റിപ്പോർട്ട് ഒരു ടൂൾ മാത്രമാണ്. ഫൈനൽ ഡിസിഷൻ നിങ്ങളേത് തന്നെയായിരിക്കണം. ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ ലെവലുകളും സാധ്യതകളും ഒന്നും സ്റ്റാറ്റിക് അല്ല. അത് മാറിക്കൊണ്ടിരിക്കും. മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും അൺഎക്സ്പെക്റ്റഡായിട്ട് റിയാക്ട് ചെയ്യാം. ഒരു വലിയ ന്യൂസ് വന്നാലോ, ഗ്ലോബലായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ ഈ ടെക്നിക്കൽ അനാലിസിസ് ചിലപ്പോൾ വർക്കാവില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ സാധ്യതകളായി മാത്രം കാണുക, ഉറപ്പുകളായിട്ട് എടുക്കരുത്. നിങ്ങളുടെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കുക, റിസ്ക് മാനേജ്മെന്റ് ഉറപ്പാക്കുക, എന്നിട്ട് മാത്രം മുന്നോട്ട് പോവുക. ഇന്നത്തെ ഈ ഒരു വിശദമായ ചർച്ചയിൽ നിഫ്റ്റി 50യുടെ ഒക്ടോബർ 7, 2025 പ്രധാനപ്പെട്ട വില നിലവാരങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകൾ മെയിനായിട്ട് 24,600, 24,750, തൊട്ടടുത്ത് 24,900, 25,000. പ്രധാന റെസിസ്റ്റൻസ് സോണുകൾ ഇപ്പോഴത്തേത് 25,100, 25,250, അതിനു മുകളിൽ 25,350, 25,450. അതോടൊപ്പം വാങ്ങാനുള്ള സാധ്യതകൾ ബുള്ളിഷ് സിനാരിയോസ്, വിൽക്കാനുള്ള സാധ്യതകൾ ബെയറിഷ് സിനാരിയോസ്, പിന്നെ ഒരു റേഞ്ചിൽ തന്നെ തുടരാനുള്ള സാധ്യത. ഇതെല്ലാം നമ്മൾ റിപ്പോർട്ടിന്റെ ബേസിസിൽ സംസാരിച്ചു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ അനാലിസിസ് ഇന്ന് രാവിലെ, അതായത് ഒക്ടോബർ 7, 2025 മോർണിംഗ് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ വെച്ചിട്ടുള്ളതാണ്.
പക്ഷേ മാർക്കറ്റ് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാത്രം കാണുക. ദിവസം മുഴുവൻ മാർക്കറ്റിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജികളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചിന്ത പങ്കുവെക്കാനുണ്ട്. നമ്മളിന്ന് ആ വി ഷേപ്പ് റിക്കവറിയെക്കുറിച്ച് സംസാരിച്ചല്ലോ. അത് ടെക്നിക്കലി ഒരു ബുള്ളിഷ് സിഗ്നലാണ്, ശരി. പക്ഷേ അതിനപ്പുറം അങ്ങനെയുള്ള പാറ്റേൺസ് ഉണ്ടാവുമ്പോൾ അതിന്റെ പിന്നിലെ ആ ഒരു ഹ്യൂമൻ സൈക്കോളജി, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷം എന്തുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് ഇത്ര ആവേശത്തോടെ വാങ്ങാൻ തുടങ്ങുന്നത്? എവിടെ നിന്നാണ് ആ ഒരു കോൺഫിഡൻസ് വരുന്നത്? സെൽ ചെയ്തവരുടെ ആ പേടി എങ്ങനെയാണ് ബയേഴ്സിന്റെ പ്രതീക്ഷയ്ക്ക് വഴിമാറുന്നത്? ഈ പേടിയും ആവേശവും പ്രതീക്ഷയും ഇതൊക്കെ ചേർന്നാണല്ലോ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഇമോഷൻസ് എങ്ങനെയാണ് ഇത്തരം സ്ട്രോങ് ആയിട്ടുള്ള പെട്ടെന്നുള്ള പ്രൈസ് മൂവ്മെന്റ്സിന് പിന്നിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഈ ചാർട്ടിലെ വരകൾക്കപ്പുറമുള്ള മാർക്കറ്റിന്റെ ഒരു റിയൽ നേച്ചർ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചേക്കാം. അതൊരു വളരെ നല്ല പോയിന്റാണ്. ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് എന്ത് സംഭവിക്കാം എന്നതിൻ്റെ ഒരു സാധ്യത തരുമ്പോൾ, ഈ മാർക്കറ്റ് സൈക്കോളജിയെക്കുറിച്ചുള്ള ചിന്ത എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിലേക്കൊരു ഇൻസൈറ്റ് തരാൻ ഹെൽപ്പ് ചെയ്യും. ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എങ്ങനെ ഒരു കളക്റ്റീവ് ഇമോഷനായി മാറുന്നു, അതെങ്ങനെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതൊക്കെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മാർക്കറ്റ് ഒബ്സർവേഷന് തീർച്ചയായും ഒരു പുതിയ ഡയമെൻഷൻ കൊടുക്കും. നിങ്ങളുടെ വിലയേറിയ സമയത്തിനും ശ്രദ്ധയ്ക്കും ഒരുപാട് നന്ദി. അടുത്ത വിശകലനങ്ങളും വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.